പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിലേക്കാണ്. പത്മജ വേണുഗോപാൽ, കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് എന്ന റിപ്പോർട്ട് വരുന്നു. ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ വാർത്തകളുണ്ടായിരുന്നു. പക്ഷെ അത് നിഷേധിച്ചുകൊണ്ട് പത്മജ വേണുഗോപാൽ തന്നെ ഫേസ്ബുക്കിൽ ചില പോസ്റ്റുകൾ ഇട്ടിരുന്നു. താൻ BJPയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിടത്തു നിന്നാണ് രാത്രിയാകുമ്പോൾ നാളെ BJP ആസ്ഥാനത്ത് വെച്ച് പത്മജ വേണുഗോപാൽ BJP അംഗത്വം സ്വീകരിക്കുമെന്ന വിവരം വരുന്നത്. ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. BJPയിലേക്ക് ഇല്ല എന്ന ഫേസ്ബുക്ക് പോസ്റ്റും പത്മജ വേണുഗോപാൽ പിൻവലിച്ചിരിക്കുന്നു. നിരന്തര അവഗണനയെ തുടർന്നാണ് BJP പ്രവേശനമെന്നാണ് സൂചന. ഈ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒന്നും പത്മജയുടെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ഏതായാലും പത്മജ വേണുഗോപാലും BJPയിലേക്ക് പോകുമ്പോൾ മുതിർന്ന നേതാവ് അന്തരിച്ച കെ കരുണാകരന്റെ മകൾ, കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്നറിയപ്പെട്ടിരുന്ന കെ കരുണാകരന്റെ മകൾ, ഒപ്പം കെ മുരളീധരൻ MP യുടെ സഹോദരിയാണ് BJPയിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഈ പാർട്ടി മാറ്റം, പത്മജയുടെ പാർട്ടി മാറ്റം വലിയ ചർച്ചയാകുമെന്ന് സംശയമില്ല. ഇന്ന് രാവിലെ മുതൽ ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ആ വാർത്തകളെ നിഷേധിച്ചുകൊണ്ടാണ് പത്മജ വൈകിട്ട് രംഗത്തെത്തിയത്. നിതിൻ അഭിജൻ ചേരുന്നുണ്ട്. നിതിൻ, വൈകുന്നേരം പറയുന്നു BJPയിലേക്കില്ല, അങ്ങനെ ഒരു വാർത്ത തന്നെ നിഷേധിച്ച പത്മജ രാത്രിയാകുമ്പോഴേക്ക് തീരുമാനം മാറ്റുന്നു. അപ്പോൾ മുമ്പ് വന്ന സൂചനകളൊക്കെ ശരിയായിരുന്നു അല്ലേ? ഗോകുൽ, അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോവുകയാണ്. നാളെ BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ദേശീയ നേതാക്കളുമായി ഇതിനകം തന്നെ പത്മജ വേണുഗോപാൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് നേരിടുന്ന നിരന്തരം അവഗണനയെ തുടർന്നാണ് BJP പ്രവേശനമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം, മുകുന്ദപുരത്തും തൃശ്ശൂരുമെല്ലാം തന്നെ പത്മജ വേണുഗോപാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പലപ്പോഴും ഈ പത്മജ വേണുഗോപാൽ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു നില സ്വീകരിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJP ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി നാളെ BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാകുന്ന ഒരു തീരുമാനമാകും പത്മജ വേണുഗോപാലിന്റേത്. കാരണം പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിന്റെ ഭീഷ്മാചാര്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന കെ കരുണാകരന്റെ മകളാണ്. മാത്രമല്ല, കെ മുരളീധരന്റെ സഹോദരിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുന്ന ഒരു തീരുമാനം തന്നെയാകും. എന്തായാലും ആ തിരിച്ചടി മറികടക്കാൻ കോൺഗ്രസ് നന്നേ പാടുപെടും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തായാലും ഈ ഒരു തീരുമാനം കോൺഗ്രസ് സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി ഉണ്ടാകുന്നതാകും. അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാൽ ഇന്ന് ഈ ഒരു പ്രചരണം BJPയിലേക്ക് പോകുന്നു എന്ന പ്രചരണം നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ അത് മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ പറ്റുന്നത് നാളെ രാവിലെ ഏതാണ്ട് 11 മണിയോട് തന്നെ BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കുമെന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ദേശീയ നേതാക്കളുമായി പത്മജ വേണുഗോപാൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പത്മജ വേണുഗോപാൽ നിലവിൽ ഇപ്പോൾ ഡൽഹിയിലാണ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും നാളെ BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ. ഏതായാലും കേരള രാഷ്ട്രീയത്തിലെ വലിയ രീതിയിൽ പിടിച്ചുലയ്ക്കുന്ന ഒരു വാർത്തയാണ്. ഏതായാലും പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്നു. BJPയിൽ ചേരുമെന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നു. നാളെ പാർട്ടി അംഗത്വം എടുക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം. വൈകുന്നേരം ഈ വാർത്ത നിഷേധിച്ചതാണ് പത്മജ. പക്ഷേ രാത്രിയാകുമ്പോഴേക്കും തീരുമാനങ്ങൾ മാറുന്നു. അങ്ങനെ പത്മജയും കെ കരുണാകരന്റെ മകൾ പത്മജ, കെ മുരളീധരന്റെ സഹോദരി പത്മജ BJPയിലേക്ക് ചേരുന്നു. BJP അംഗത്വം നാളെ എടുക്കുമെന്നതാണ് ഏറ്റവും പുതിയ വിവരം.